ദൈവം തന്റെ ഹൃദയം വീണ്ടും പറയാ, എന്താ ഞാൻ നിന്നെ വിളിച്ചെന്നറിയാമോ? നിന്റെ തിരഞ്ഞെടുപ്പിന്റെ പിൻപിലുള്ള രഹസ്യം എന്തെന്നറിയാമോ? സൽപ്രവർത്തികൾക്കായി നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളത് ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പൊ ദൈവം നിങ്ങളെ വിളിച്ചത് എന്തിനാണ്? സൽപ്രവർത്തികൾക്കായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളത് ചെയ്തു പോരേണ്ടതിന് അവനത് ഒരുക്കി വെച്ചിരിക്കുകയാ. അപ്പൊ ദൈവം പറയുക, എന്റെ ഇഷ്ടം നിന്നോട് അറിയിക്കാം. നിന്നെ ഞാൻ വിളിച്ചത് എന്തിനറിയാമോ? ഞാൻ ഒരുക്കി വെച്ച സൽപ്രവർത്തികളെ ഉലകത്തിൽ പൂർത്തീകരിക്കാനാണ്. അപ്പോൾ എന്താണ് ദൈവത്തിന്റെ പ്രവൃത്തി? ഒരു തകർന്നൊരു സഹോദരി, ദേശത്തൊറ്റപ്പെട്ടവൾ, അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളതോ ഭർത്താവല്ല. അങ്ങനെ തലകുനിച്ച് വെയിലുള്ളപ്പോൾ നട്ടുച്ച സമയത്ത് വെള്ളം കോരാൻ കിണറിന്റെ വക്കിൽ നിൽക്കുമ്പോൾ അവളെ കാത്ത് യേശു നിൽക്കുകയാ. ഓ സ്തോത്രം. ആമേൻ. നാട്ടുകാർക്ക് അവൾ വേണ്ട, വീട്ടുകാർക്ക് അവളെ വേണ്ട. അവൾ തല താഴ്ത്തപ്പെട്ടവളാണ്. പക്ഷെ അവളെ ഒരാൾക്ക് വേണം. അവളെ കാത്ത് യേശു നിൽക്കുകയാണ്. സമൂഹത്തിന് നിന്നെ വേണ്ടായിരിക്കാം, നിന്റെ കുടുംബക്കാർക്ക് നിന്നെ വേണ്ടായിരിക്കാം, നിന്റെ നാട്ടുകാർക്ക് നിന്നെ വേണ്ടായിരിക്കാം. പക്ഷെ നിന്നെ വേണമെന്ന് പറഞ്ഞ ഒരുവൻ ഇവിടെ നിൽപ്പുണ്ട്. അവന്റെ പേരറിയാമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, യേശു. ആമേൻ.